ബഹുമാന്യരെ, ഇന്നത്തെ കാവ്യ സദസ്സിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാനും അതുപോലെ തന്നെ സംസ്കാര ഭാരതം ട്രസ്റ്റിൻ്റെ ചെയർമാനുമായ ശ്രീ PS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ ഇന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും അതുപോലെ തന്നെ കഴിഞ്ഞ മാസത്തെ കവിതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാവ്യമാല ഇതൾ 10 എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയും ചെയ്യുന്നത് പ്രൊഫസർ ഡോക്ടർ നന്ദ്യത് ഗോപാലകൃഷ്ണൻ അദ്ദേഹമാണ്. അദ്ദേഹം NSS കോളേജ് കോട്ടയം കോളേജിൻ്റെ പ്രിൻസിപ്പലാണ്. അതുപോലെ സാഹിത്യകാരനാണ്, സാഹിത്യ വിമർശകനാണ്, പ്രഭാഷകനാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് പതിവ് പോലെ ഏകോപനം നിർവഹിക്കുന്ന ശ്രീ സുധീർ ചടയമംഗലമാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് നന്ദി പറയുന്നത് കൾച്ചറൽ റിലേഷൻസ് ഓഫീസർ ശ്രീമതി സ്മിത മനോജാണ്. സ്മിത ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ കവിത അവതരിപ്പിക്കാനായിട്ടുള്ള എല്ലാ കവികളെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി അധ്യക്ഷ പ്രസംഗത്തിനായി ബാലേന്ദ്ര സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനരെ, കാവ്യസദസ്സിൻ്റെ സമ്മേളനങ്ങളും കവിത അവതരണവും ഒക്കെ ഏറെ സന്തോഷം പകരുന്ന ഒരു അനുഭവമായി നാം പങ്കുവച്ച് മുന്നോട്ട് പോവുകയാണ്. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെക്കുറിച്ചാണ് നാം പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളത്. പലപ്പോഴും പലരും അവതരിപ്പിക്കുന്ന കവിതകൾ സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നാം കേൾക്കാറുണ്ട്. ഓരോ സമയവും വിഷയങ്ങൾ മാറുമ്പോൾ കവിതകൾ പുരാവസ്തു പോലെ പഴയതായി മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. സമകാലിക കവിതകൾ നാം ഇന്നിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് ഓർത്തതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക്കിൻ്റെ 75-ാം വർഷമാണ്. നമ്മുടെ രാജ്യത്തെ എല്ലാ ആളുകളും സംസാരിക്കുന്നത്, എല്ലാ പ്രസ്ഥാനങ്ങളും സംവിധാനങ്ങളും സംസാരിക്കുന്ന ജനാധിപത്യത്തെക്കുറിച്ചാണ്. ജനാധിപത്യം നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ചത് ഒരു ജീവിത രീതിയായി രൂപപ്പെടാൻ വേണ്ടിയാണ് ജനാധിപത്യ സംസ്കാരം നമ്മുടെ രാജ്യത്തേക്ക് വരുന്നത്. പലവിധ ഭരണങ്ങളിലൂടെ മാറി മാറി, പലവിധ സംവിധാനങ്ങളിലൂടെ മാറി മാറി രൂപപ്പെട്ടു വന്ന ഭാരതം ഇപ്പോൾ നാം പങ്കുവയ്ക്കുന്ന സ്വാതന്ത്ര്യാനന്തര ഭാരതം എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ജനാധിപത്യം എന്ന ഒരു ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് നാം പലപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ജനാധിപത്യപരമായ അവകാശം, ജനാധിപത്യമായ ബോധം, ജനാധിപത്യപരം എന്നൊക്കെ ഉള്ള വാക്കുകൾ നിരന്തരം നാം കേൾക്കാറുണ്ട്. എല്ലാ ആൾക്കാരും ജനാധിപത്യത്തിൻ്റെ വക്താക്കളായും ജനാധിപത്യത്തെ സംരക്ഷകരായും ഒക്കെ സംസാരിക്കുന്നത് പോലെ നമുക്ക് കേൾക്കാറുണ്ട്. ഒരു സംസ്കാരമായി മാറേണ്ടുന്ന ഒരു രീതി ആധുനിക മനുഷ്യൻ്റെ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുത സൃഷ്ടികളിൽ ഒന്നായി വിശേഷിപ്പിക്കാവുന്ന ഭാരതത്തിൻ്റെ ഭരണഘടന തന്നെ ജനാധിപത്യ ദർശനങ്ങൾക്ക് നൽകിയ മൂല്യം എന്ന് പറയുന്നത് അസാധാരണമാണ്. ഈ ജനാധിപത്യം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി വരുന്ന കാലഘട്ടത്തിൽ നാം എന്താണ് കാണുക എന്നുള്ളതാണ്. ജനാധിപത്യ സംസ്കാരം, ജനാധിപത്യ രീതി, ജനാധിപത്യ ശൈലി എന്നൊക്കെ പറയുന്നത് പൊതുസമൂഹത്തിൽ എത്ര കണ്ട് സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എത്ര കണ്ട്
ഗൗരവമുള്ള വിഷയമായി മാറിയിരിക്കുന്നു എന്നുള്ളത് നാം ആലോചിക്കേണ്ടതാണ്. ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ജനാധിപത്യത്തിൻ്റെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്ഥാപിത താല്പര്യങ്ങളുടെയും നിക്ഷിപ്ത താല്പര്യങ്ങളുടെയും ചിന്തകൾ ഏറ്റുവാങ്ങുന്ന അല്ലെങ്കിൽ അതിൻ്റെ കാരിയേഴ്സായി മാറുന്ന കാഴ്ചയാണ് നമ്മുടെ രാജ്യത്ത് നാം കാണുന്നത്. ചിലർക്ക് വ്യക്തിപരമായി തോന്നുന്ന കാര്യങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ പേരിൽ പറയുന്നതും സംസാരിക്കുന്നതുമായ വിശേഷങ്ങൾ. ജനാധിപത്യം എന്ന രീതി, ജനാധിപത്യ സംസ്കാരം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു മൂർത്തമായ രൂപഭാവങ്ങൾ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന നിലയിൽ ഏതെങ്കിലും നമുക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. വ്യക്തിഹത്യ ജനാധിപത്യത്തിൻ്റെ പേരിൽ നടക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു സംസ്കാരത്തിൻ്റെ ഭാഗമായി ഒരു പ്രാക്ടീസായി മാറിയിരിക്കുന്നു. മാധ്യമങ്ങൾ പോലും വ്യക്തിഹത്യ അല്ലെങ്കിൽ പൊതുവായി ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ വർത്തമാനം എന്ന് പറയുന്നത് പൊതു സ്വഭാവമായി മാറിയിരിക്കുന്നു. നമ്മുടെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ എടുത്താലും സമൂഹ മാധ്യമങ്ങളായി വളർന്നുന്ന പുത്തൻ മാധ്യമങ്ങൾ എടുത്താലും സമൂഹ മാധ്യമത്തിൻ്റെ പ്രത്യേകത മറ്റ് മാധ്യമങ്ങളെ വ്യത്യസ്തമായുള്ളത് ആർക്കും പ്രതികരിക്കാൻ പറ്റുന്ന, വീട്ടിലിരിക്കുന്നവർക്ക് പ്രതികരിക്കാൻ പറ്റുന്ന വലിയൊരു അവസരമാണ് സമൂഹ മാധ്യമങ്ങൾ. പക്ഷേ ഈ സമൂഹ മാധ്യമങ്ങളിലും ഉണ്ടാകുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് വിലയിരുത്തുമ്പോൾ അവിടെയൊക്കെ തന്നെ അപകീർത്തിപ്പെടുത്തുക, അപഹസിക്കുക, അപമാനിക്കുക, വിദ്വേഷം പ്രചരിപ്പിക്കുക എന്നതാണ് നാം കാണുന്നത്. മുഖ്യധാര മാധ്യമങ്ങൾ എടുത്താൽ ഞാൻ ഒരു പത്രത്തെയും കൊച്ചാക്കി പറയുവാനോ ഒരു ദൃശ്യമാധ്യമത്തെയും കൊച്ചാക്കി പറയുവാനോ വേണ്ടി പറയുന്നില്ല. നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിലേക്ക് വേണ്ടി അപ്രസക്തമായ വിഷയങ്ങൾക്ക് വേണ്ടി അവർ ചെലവഴിക്കുന്ന സമയവും ചെലവഴിക്കുന്ന സ്ഥലവും എത്ര കോടി രൂപയ്ക്കുള്ളതാണ്. ഒരു ചെറിയ ഒരു പരസ്യം ഒരു പൊതുമാധ്യമത്തിൽ നാം ഇടണമെങ്കിൽ അവർ വാങ്ങുന്ന പണം വളരെ വലുതാണ്. പക്ഷേ യാതൊരർത്ഥവുമില്ലാത്ത ചില വിഷയങ്ങൾക്ക് വേണ്ടി കാലങ്ങളോളം വെണ്ടയ്ക്ക അക്ഷരത്തിൽ അച്ചടിച്ച് നിരത്തി ആളുകളുടെ മനസ്സിലേക്ക് ഒരു പ്രത്യേകതരം വികാരം അടിച്ചേൽപ്പിക്കാനുള്ള വ്യഗ്രത കാണിക്കുന്ന മാധ്യമങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ പൊതുമാധ്യമങ്ങൾ. ഒരു പൊതുമാധ്യമം രാവിലെ എടുത്താൽ നാം അതിൽ നിന്ന് വായിച്ചിട്ട് എന്താണ് ഒരു ദിവസം കിട്ടുക എന്ന് നമ്മൾ ആലോചിച്ചാൽ പലരും പറയാറ് ഒന്നും കണ്ടില്ല, ഒന്നും കിട്ടിയില്ല എന്ന്. അവർക്ക് തന്നെ ഇപ്പോൾ തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് 1-ാം പേജും 2-ാം പേജും 3-ാം പേജും 4-ാം പേജും ഒക്കെ ഫുൾ പരസ്യം ഇട്ടതിന് ശേഷം നാം ഇങ്ങനെ തപ്പി നോക്കണം എവിടെയാണ് ഇതിൻ്റെ പത്രത്തിൻ്റെ ആദ്യത്തെ ഫ്രണ്ട് പേജ് വാർത്ത തുടങ്ങുന്നതെന്ന്. ആ നിലയിലല്ലേ. കാരണം അത് കച്ചവടം, വാണിജ്യം, ധനസമ്പാദനത്തിലുള്ള മാർഗം മാത്രമായി ഈ മാധ്യമ സംസ്കാരം മാറുന്ന ഒരു കാലം. അത് ജനാധിപത്യത്തിൻ്റെ വളർച്ചയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു മാറ്റമാണ്. കാരണം ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണല്ലോ മാധ്യമത്തെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറിനെ പോലെ ഫോർത്ത് എസ്റ്റേറ്റ്, 4-ാമത്തെ കാലാണ് മാധ്യമം എന്ന നിലയിലൊക്കെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ഞാൻ നെഹ്റുവിൻ്റെ പേരോടെ പറഞ്ഞത് ജനാധിപത്യ സ്വപ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ ആദ്യ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്.
അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നിട്ടുള്ളത്, അദ്ദേഹം രാഷ്ട്രീയ പ്രതിയോഗികളെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു വർത്തമാനവും കേട്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ഒരു സംസ്കാരം എന്താണ്? ഭരണത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളുകളെ എന്ത് പദവും ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ ഇതാണ് ഏറ്റവും ഈ ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളാണെന്ന് തോന്നും വിധത്തിൽ അവരെ അല്ലെങ്കിൽ അവയെ നാം പ്രകീർത്തിക്കുക. ഒരു ഉദാഹരണം, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്ഷേപിച്ച് സംസാരിക്കുന്ന നേതാക്കളുടെ പ്രസംഗം കേട്ടിട്ട് നന്നായി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ നരേന്ദ്രമോദിയെക്കുറിച്ച് വളരെ ആക്ഷേപമായി സംസാരിക്കുന്നത് കേട്ട നന്നായി എന്ന് പറയുന്ന ആളുണ്ട്. എന്താണ് നന്നായി എന്ന് പറയുന്നത്? കാരണം പങ്കുവയ്ക്കുന്ന ചിന്ത, സംസ്കാരം എന്ന് പറയുന്നത് സഭ്യതരമായ വാക്കുകൾ കൊണ്ട് കസർത്ത് നടത്തുന്ന അല്ലെങ്കിൽ സഭ്യതരമായ രീതി, സംവേദനം, ഈ വിധത്തിലേക്ക് മാറുന്ന നിലയിലേക്ക് നമ്മുടെ പൊതുവായ ജനാധിപത്യ പ്രാക്ടീസ് തരം താണിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ റിപ്പബ്ലിക്കിൻ്റെ 75-ാം വർഷം ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിലെങ്കിലും ജനാധിപത്യത്തിൻ്റെ സ്ട്രാറ്റജി, ജനാധിപത്യം നമ്മുടെ രാജ്യത്ത് ഏത് വിധത്തിലേക്കാണ് പങ്കുവെക്കപ്പെടുന്നത്? ഒരു ജീവിത രീതിയായി, സംസ്കാരമായി, നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായി മാറേണ്ടുന്ന ഒരു പ്രാക്ടീസ്, ഒരു ജീവിത രീതി, ഒരു സംസ്കാരമാണ് ജനാധിപത്യം എന്നുള്ളതാണ്. നമ്മുടെ നിശ്വാസത്തിൽ പോലും ജനാധിപത്യപരമായ കാര്യങ്ങൾ കടന്നു വരണമെന്ന്, മറ്റുള്ളവരെ ആദരിക്കാൻ കഴിയുന്ന, മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയുന്ന, മറ്റുള്ളവരോട് സംവദിക്കാൻ കഴിയുന്ന ഒരു സംസ്കാരം, അവരിൽ നിന്ന് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടാകണമെന്ന് കരുതുന്ന ഒരു രീതി നമുക്കിന്ന് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. കേൾക്കാൻ കഴിയുന്നില്ല, സഹിഷ്ണുതയില്ല എന്നുള്ളതാണ്. കേൾക്കാൻ കഴിയില്ല. ഉള്ളിലേക്ക്, എല്ലാവരുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരുതരം സ്വച്ഛാധിപത്യ മനോഭാവമുണ്ട്, സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. ആ ഒരു താല്പര്യം ജനാധിപത്യത്തിൻ്റെ ആരോഗ്യപരമായ വെച്ചാൽ ജനാധിപത്യത്തിൻ്റെ ആരോഗ്യപരമാണ്, അനാരോഗ്യപരമാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ രൂപം തന്നെ കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തി ആരെങ്കിലും അധികാരത്തിൽ വരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ജനങ്ങൾക്ക് ഇത് ഒരു സംസ്കാരമായി, ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ജീവിത രീതിയായി, ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന്, ജനങ്ങളെ ഉൾക്കൊള്ളുന്നതിന് ഈ സംസ്കാരം മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരു മതം പോലെ, ഒരു വിശ്വാസം പോലെ, ദൈവവിശ്വാസം പോലെ, അല്ലെങ്കിൽ ആ ഒരു അതിനപ്പുറമായുള്ള ഒരു വിശ്വാസം പോലെ ഓരോ ഭാരതീയനെയും സ്വാധീനിക്കേണ്ടുന്നതായ, ഓരോ ഭാരതീയനും ഉൾക്കൊണ്ടിരിക്കേണ്ടതായ ഒരു രീതിയുണ്ട്, സംസ്കാര രീതി ഉണ്ടാകേണ്ടതുണ്ട്. ലോകത്തിൽ നമുക്കൊരു മാതൃക കാണിച്ചാൽ കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം, ജനജീവിത രീതി അല്ലെങ്കിൽ പെരുമാറ്റ രീതി ഭാരതത്തിന് ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഭാരതമെന്ന് നാം പറയുമ്പോൾ തന്നെ ഇവിടെയുള്ള പ്രാക്ടീഷണേഴ്സ് ഏത് വിധത്തിലുള്ള ഈ സംവിധാനങ്ങളാണ്, ഏത് വിധത്തിലുള്ള ആശയങ്ങളാണ് കൈമാറ്റം ചെയ്യുന്നത്? ഞാൻ ആക്ഷേപിക്കുന്നതല്ല. പുതിയ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ വന്നു. അപ്പൊ നാം എല്ലാം കരുതി പാർലമെന്റിൽ പ്രധാനമന്ത്രിക്ക് തുല്യമാണ് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവിൻ്റെ വർത്തമാനം വളരെ ഗൗരവത്തോടെയാണ് ആദ്യത്തെ ദിവസങ്ങളിൽ നിന്ന് നാം കേട്ടത്. അപ്പോൾ പ്രധാനമന്ത്രിയെ ഒരുപാട് ആക്ഷേപിച്ച് സംസാരിക്കുന്ന ഒരു പ്രസംഗമാണ് പ്രതിപക്ഷ നേതാവിൽ നിന്ന് കേട്ടത്. അപ്പോൾ നമുക്കൊരു സംശയം, ഈ ജനാധിപത്യത്തെക്കുറിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞതും പഠിപ്പിച്ചതുമായ രീതി ആണോ കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ
പൊതുസംസ്കാരത്തിൻ്റെ ഭാഗമായി പ്രതിപക്ഷത്തിന് വന്നിരിക്കുന്നതെന്ന്. ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് AKG ആയിരിക്കും. AKGയുടെ പ്രസംഗം സമ്പൂർണമായി കേൾക്കുവാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വന്നിരിക്കുകയും ആ പ്രസംഗങ്ങൾ തന്നെ സമ്പൂർണമായി രേഖപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്തു വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. അത് രാജ്യത്തിൻ്റെ ഒരു സമ്പത്താണ്. പക്ഷെ ഇവരുടെയൊക്കെ പലരുടെയും പ്രഭാഷണങ്ങൾ രാജ്യത്തിൻ്റെ സമ്പത്താണോ? എത്ര കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പുതിയ സൊസൈറ്റിയെ ബിൽഡപ്പ് ചെയ്യുവാൻ, പുതിയ ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്യുവാൻ, പുതിയ സമൂഹം ബിൽഡപ്പ് ചെയ്യുവാൻ എത്ര കണ്ട് ഇവരുടെയൊക്കെ ഇടപെടലുകളും കാഴ്ചപ്പാടുകളും സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ജനാധിപത്യത്തിൻ്റെ ഒരു വല്ലാത്ത വെല്ലുവിളികൾ നാം കാണുകയല്ലേ, കേൾക്കുകയല്ലേ. നമുക്ക് ഇഷ്ടവും ഇഷ്ടക്കേടുമല്ല, വ്യക്തിപരമായ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളല്ല, നമ്മുടെ ബന്ധങ്ങളും രീതികളും. ജനാധിപത്യം എന്ന് പറയുമ്പോൾ ആ ഒരു സംസ്കാരം, ആ ഒരു രീതി പൊതുസമൂഹത്തിന് ഉണ്ടാകേണ്ടുന്നതായ രീതി, അതിനുവേണ്ടി ഒച്ചവയ്ക്കുവാൻ നമ്മുടെ ബുദ്ധിജീവികളായ കവികൾ, ബുദ്ധിജീവികളായ സാഹിത്യകാരന്മാർ തയ്യാറാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ഭാവിയിലേക്ക് ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ഇപ്പോൾ ഇതിഹാസങ്ങളിലും പഴയ വേദങ്ങളും ഉപനിഷത്തുകളുമൊക്കെ തന്നെ ആ കാലഘട്ടത്തിലുണ്ടായ സൃഷ്ടികളാണ്. അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ധാരാളം ആശയങ്ങളുണ്ട്. സനാതനധർമ്മത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുമ്പോൾ അതൊരു കാലഘട്ടത്തിൻ്റെ സംസ്കാരമായി രൂപപ്പെട്ട് വന്ന ഒരു സൃഷ്ടിയാണ്. അതിനകത്തൊക്കെ ഇൻഫിൽട്രേഷൻ നടന്ന് പലതും തോന്നിയതുപോലെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള മറ്റൊരു കാര്യം. പക്ഷേ ഇതെല്ലാം തന്നെ ഓരോ കാലഘട്ടത്തിലെ സൃഷ്ടാക്കൾ സൃഷ്ടിച്ചെടുത്ത സൃഷ്ടികളാണ്. ഈ കാലഘട്ടത്തിലെ സൃഷ്ടികൾ പൊതുസമൂഹത്തിന് കാലത്തിനപ്പുറം മുന്നിൽ വയ്ക്കാൻ കഴിയുന്ന സൃഷ്ടികൾ. ഈ കാലത്ത് രോദനമല്ല വേണ്ടത്, വെളിച്ചം കാട്ടിക്കൊടുക്കുന്ന ടോർച്ചുകൾ ആയി മാറുവാൻ നമ്മുടെ സൃഷ്ടാക്കളായ കവികൾക്ക് കഴിയേണ്ടതില്ലേ എന്നൊരു സംശയമാണ് എൻ്റെ മനസ്സിലുള്ളത്. കാരണം പുതിയൊരു കാലഘട്ടം നമ്മൾ ചിന്തിക്കേണ്ട, ഇതെന്ത് ഒരു വളരെ നമുക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്, നമുക്ക് പ്രസംഗിക്കാൻ അവകാശമുണ്ട് എന്ന് അതല്ല. അതിനപ്പുറമായി നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്, വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും പൊതു സംസ്കാരമുണ്ട്, ജനാധിപത്യപരമായ സംസ്കാരം. ആ സംസ്കാരം ഈ പ്രാക്ടീസിൽ, എന്ത് തരത്തിലുള്ള പ്രാക്ടീസിൽ എങ്ങനെ കടന്നു വരുന്നു എന്നുള്ളതാണ്. സംവിധാന ക്രമങ്ങളിൽ അത് കടന്നു വരുന്നുണ്ടോ? രാഷ്ട്രീയ പാർട്ടികളുണ്ട്, രാജ്യത്തിൻ്റെ അധികാരങ്ങൾ നിർണയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പൊതു ക്യാരക്ടർ എന്ന് പറയുന്നത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പല പൊതു ക്യാരക്ടറുകളും അത് പോകുന്നത് എങ്ങോട്ടാണ്? സ്ഥാപിത താല്പര്യങ്ങളും നിശബ്ദ താല്പര്യങ്ങളും മാത്രമായി പലതും മാറുന്നില്ലേ എന്നുള്ള സംശയമല്ല, മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കാണുവാനും കഴിയില്ല. കണ്ണ് തുറന്ന് കാണുമ്പോൾ, കാത് തുറന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന സത്യം നാം തിരിച്ചറിയണം. ജനാധിപത്യത്തെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഈ സംസാരിക്കുന്നവർ ജനാധിപത്യം ഇങ്ങനെ പറയുമ്പോൾ, നിങ്ങൾ ജനാധിപത്യം ധ്വംസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നിലേക്ക് ചൂണ്ടുന്ന 4 വിരലുകൾ, നിങ്ങൾ എന്ന് പറയുമ്പോൾ 4 വിരലുകൾ തന്നിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് ജനാധിപത്യം ആരാ ധ്വംസിക്കുന്നത്? ആ ജനാധിപത്യപരമല്ലാത്ത രീതി സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കീഴ്വഴക്കം എന്ന് പറയുന്നത് നമുക്ക് ഭൂഷണമാണോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. 75 വർഷം സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം, റിപ്പബ്ലിക്കിൻ്റെ 75 വർഷം, ഒരു വലിയ മഹത്തായ ഭരണഘടനയെ അടിസ്ഥാനമാക്കി പിന്തുടരുന്ന ഒരു രാജ്യത്ത് ആധുനിക മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞ ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും അത്ഭുതകരമായ സൃഷ്ടി, ഒരു സംഘം ആളുകൾ, 249 ആളുകൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇരുന്ന് തയ്യാറാക്കിയ ഒരു വളരെ വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ,
ഭാരതത്തിൻ്റെ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാനമാക്കി നാം മുന്നോട്ട് പോകുമ്പോൾ അതിലെ ഓരോ അക്ഷരത്തിനും ഭരണഘടനയിലെ ഓരോ അക്ഷരത്തിനും ഓരോ വാക്കുകൾക്കും ഉള്ള അർത്ഥം വളരെ വലുതാണ്. അങ്ങനെയുള്ള ഒരു മഹത്തായ പശ്ചാത്തലമുള്ള ഒരു രാജ്യത്ത് നമുക്ക് ഏത് വിധത്തിലുള്ള ഒരു സംസ്കാരമാണ് ജനാധിപത്യ സംസ്കാരമായി മാറിക്കൊണ്ട് ഇരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കണം. എൻ്റെ മനസ്സിൽ തോന്നിയ ചില അഭിപ്രായങ്ങൾ ഞാനിവിടെ നിങ്ങളോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞെന്ന് മാത്രം. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ യോജിക്കാം. കാരണം എന്തും ചെയ്യുവാനുള്ള അവകാശമാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. കാരണം ചിലർ പറയും ഇന്ന് എല്ലാ അവകാശങ്ങളുമില്ലേ, ജനാധിപത്യമല്ലേ എന്ന്. നിങ്ങളിവിടെ എന്തെല്ലാമൊക്കെ പറയുന്നു. ജനാധിപത്യം ഉള്ളതുകൊണ്ടല്ലോ. ജനാധിപത്യം ഉണ്ട് എന്നുള്ള ഔദാര്യമല്ലല്ലോ. ജനാധിപത്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും, പൗരസമൂഹത്തിലെ ഓരോ വ്യക്തിക്കുമുള്ള റൈറ്റ് മറ്റുള്ള വ്യക്തിക്കും ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ്. നമുക്കുള്ളതുപോലുള്ള അവകാശം മറ്റൊരാളിനുമുണ്ട് എന്നുള്ള അവകാശം, ബോധം, തുല്യത എന്ന് പറയുന്ന ബോധം അടിസ്ഥാനപരമായി വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് തോന്നുന്ന അഭിപ്രായം. ഞാൻ സംസാരിച്ചത് ദീർഘിച്ചു പോയി. ഇന്നെൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ പ്രൊഫസർ ഡോക്ടർ നന്ദ്യത്ത് ഗോപാലകൃഷ്ണനെ ക്ഷണിക്കുന്നു. അദ്ദേഹം നമ്മുടെ കഴിഞ്ഞ മാസത്തെ കവിതകളുടെ പുസ്തകം കാവ്യമാല 10 പ്രകാശനം ചെയ്യും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമസ്കാരം. സംസ്കാര ഭാരതത്തിൻ്റെ ഈ കാവ്യ സദസ്സിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രസ്തുത ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ BS ബാലചന്ദ്രൻ അവർകൾ, സ്വാഗത പ്രസംഗം നടത്തിയ ഈ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ, ഈ ചടങ്ങിലേക്ക് എന്നെ വിളിച്ച ശ്രീ കവിയും മനോഹരമായി കവിത ചൊല്ലുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, പ്രസംഗകനുമൊക്കെയായ സുധീർ ചടയമംഗലം, കൃതജ്ഞത പറയേണ്ട കൾച്ചറൽ റിലേഷൻസ് ഓഫീസർ സ്മിത മനോജ്, എനിക്ക് മുമ്പിലിരിക്കുന്ന തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസമാക്കിയിട്ടുള്ളവരും മറ്റു ഭാഗങ്ങളിൽ നിന്ന് വന്ന് തിരുവനന്തപുരത്തെ ഒരു സാംസ്കാരിക നഗരമാക്കി നിലനിർത്തുന്നതിന് അവരവരുടെ ടാലൻ്റ്, അവരവരുടെ പ്രതിഭ ഉപയോഗിക്കുന്ന കവികൾ, മറ്റ് ജോനറുകളിൽ എഴുതുന്ന കഥാകൃത്തുക്കൾ, വിമർശനം എഴുതുന്നവർ, നാടകം എഴുതുന്നവർ തുടങ്ങി സർക്കാർ തലത്തിലുള്ള പല സ്ഥാനങ്ങളിലിരുന്ന് വിരമിച്ചവർ, ഇപ്പോഴും സർവീസിലിരിക്കുന്നവർ, ചുരുക്കത്തിൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു കൾച്ചറൽ ക്രോസ് സെക്ഷൻ എന്ന് വിളിക്കാവുന്ന ബഹുമാന്യരായ, പ്രിയപ്പെട്ടവരായ, എനിക്ക് പലരുമായിട്ടും അടുപ്പമുണ്ട്. അവരുടെ മാത്രം പേരെടുത്ത് പറയുന്നത് അനൗചിത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നെ 1.5 വർഷത്തിന് മുമ്പ് ശ്രീ സുധീർ ചടയമംഗലം ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി എന്നോട് വിളിച്ചിരുന്നു. അന്ന് ഞാൻ MG കോളേജിലായിരുന്നോ മട്ടന്നൂരായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ മട്ടന്നൂരായിരുന്നു തോന്നുന്നു. ഞാനന്ന് പ്രിൻസിപ്പലായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു 6 മാസത്തിന് ശേഷം വരും,
അപ്പോൾ എനിക്ക് അന്നറിയില്ല ഇതിൻ്റെ പ്രാധാന്യം. BSSൻ്റെ പ്രാധാന്യം എനിക്കറിയാം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടു തുടങ്ങിയ പേരാണ് ഈ BSSഉം അതിൻ്റെ ഇപ്പോൾ നേതൃത്വം വഹിക്കുന്ന ശ്രീ BS ബാലചന്ദ്രൻ സാറിൻ്റെ പേരുമൊക്കെ ഞാൻ നേരത്തെ കേൾക്കുന്നതാണ്. അനുബന്ധമായി പലരുടെയും പേരുകൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ടും സംശയാസ്പദമായിട്ടും, എന്നാൽ കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ അതിനെ വളരെ സഹർഷം സ്വാഗതം ചെയ്തുമൊക്കെ ഈ സംഘടനയും സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാനും. ഇതൊരു കാവ്യ സദസ്സാണ്. ഞാൻ ചോദിക്കുകയായിരുന്നു സുധീറിനോട്, ഇത് കഥാകാരന്മാർ കഥ അവതരിപ്പിക്കുന്നുണ്ടോ, മറ്റ് സാഹിത്യ രൂപങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടോ? ഇല്ല, കവിത മാത്രമേ ഉള്ളൂ, അതിനുവേണ്ടി സമയമുള്ളൂ എന്നാണ് പറയുന്നത്. ഓരോ കവിത അവതരിപ്പിക്കുന്നതും എഴുതി തയ്യാറാക്കി അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവരണമെന്നും അടുത്ത മാസം ഇതേ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നു. ഇനിയിപ്പോൾ ഒരെണ്ണം പ്രകാശനം ചെയ്യാൻ പോവുകയാണ് കഴിഞ്ഞ മാസം. അങ്ങനെ പറഞ്ഞു. അതൊക്കെ എനിക്കൊരു പുതിയ അറിവായിരുന്നു. കാരണം നമ്മുടെ ഈ തിരുവനന്തപുരത്ത് 10-60 സാഹിത്യ സംഘടനകളുള്ള നിങ്ങൾക്കറിയാം. നിങ്ങളിൽ പലരും പലതുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നിങ്ങളൊരു കവിത ചൊല്ലി അതങ്ങ് തീർക്കുകയാണ് അതോടുകൂടി. തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക കവികളും അംഗമായിരിക്കുന്ന ഒരു സംഘടനയുണ്ട്. അതിൻ്റെ പേര് ഞാൻ അങ്ങ് മറന്നുപോയി. വാക്ക് എന്ന് പറയുന്ന അതുപോലും അവതരിപ്പിക്കുന്ന കവിതകളൊന്നും പ്രസിദ്ധീകരിക്കുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകമായിട്ട് അതിൽ വരുന്ന കവിതകൾ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത്. പക്ഷേ ഇല്ല. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വളരെ വലിയ കാര്യമാണ്. അതായത് ഇവിടെ ബാലേന്ദ്ര സാർ സംസാരിച്ചപ്പോൾ ചില പോയിന്റ്സുകൾ പറഞ്ഞു. വളരെ സാമൂഹ്യ പ്രസക്തമായ ചില വിഷയങ്ങൾ പറഞ്ഞു. അദ്ദേഹം കവിത എഴുതുന്ന ആളാണോ? അല്ല, ഒരു സാമൂഹിക നിരീക്ഷണം നടത്തുന്ന പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ വീക്ഷണമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. പക്ഷേ കവികളായ നിങ്ങൾ, എഴുത്തുകാരായ നിങ്ങൾ ഈ ലോകത്തെയും ഈ ഇന്ത്യയെയും നമ്മുടെ സമൂഹത്തെയും നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട്. അത് വളരെ സർഗാത്മകമായ ഒരു രീതിയാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ ഉള്ളിടത്ത് ചില ആളുകൾ അവർ രൂക്ഷമായ ഭരണകൂട വിമർശനം നടത്തുകയും രാഷ്ട്രീയ വിമർശനം നടത്തുകയൊക്കെ ചെയ്യുന്നത്. ആ വിമർശനം നടത്തുമ്പോൾ, കവി വിമർശനം നടത്തുമ്പോൾ അത് തൻ്റെ സർഗാത്മകമായ, തൻ്റെ സൗന്ദര്യാത്മകമായ അഭിരുചിയിൽ നിന്ന് രൂപപ്പെട്ട വാക്കുകളായിട്ടാണ് ആ ആശയങ്ങൾ വരുന്നത്. അത് കുത്തിക്കയറേണ്ടടുത്ത് കുത്തിക്കയറുകയും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുള്ളതുള്ള വാക്ശരങ്ങളാണ്. അപ്പോൾ ഈ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഈ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ, നമുക്ക് ചുറ്റും അനുഭവപ്പെടുന്ന കാഴ്ചകളെ, കേൾവികളെ അടയാളപ്പെടുത്തുന്ന ഇന്നത്തെ എഴുത്തുകാർ ഇവിടെ കൂടിയിരിക്കുന്നവർ, നിങ്ങൾ ഈ മാസം എഴുതുന്ന കവിത ഈ കാലഘട്ടത്തോട് പ്രതികരിക്കുന്നുണ്ട്, ഈ കാലഘട്ടവുമായിട്ട് സംവദിക്കുന്നുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പരിച്ഛേദം ആണ് ഇത് പ്രസിദ്ധീകരിക്കുന്നതിലൂടെ നിങ്ങൾ ആ ഗ്രന്ഥത്തിൽ കാണുന്നതെന്ന് അർത്ഥം. സൂക്ഷ്മദൃക്കായ ഒരു നിരീക്ഷകന്, ഒരു വിമർശകന് ഈ കാലഘട്ടത്തെ ആ പുസ്തകത്തിൽ വായിച്ചെടുക്കാം, ഈ കാലഘട്ടത്തെ വായിച്ചെടുക്കാൻ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. നിങ്ങൾ പ്രൊഫസർ മുണ്ടശ്ശേരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. മലയാളത്തിലെ വലിയൊരു വിമർശകനായിരുന്നു മുണ്ടശ്ശേരിയും മാരാരും, കുട്ടകൃഷ്ണമാരാരും എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എഴുത്തുകാർക്കറിയാം. മുണ്ടശ്ശേരി കാലത്തിൻ്റെ കണ്ണാടിയാണ്, കാലത്തിൻ്റെ ദാസനാണ് എന്ന് 2 പ്രയോഗങ്ങൾ കാളിദാസനെ കുറിച്ച് നടത്തിയിട്ടുണ്ട്. 1500 വർഷം മുമ്പ് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ച് ശരീരം അസ്തമിച്ചു പോയിട്ടും ഇന്നും നിങ്ങളുടെ മുമ്പിൽ ജീവസുറ്റ പ്രതീകമായി, ഇന്ത്യയുടെ പ്രതീകമായിട്ട് നിലനിൽക്കുന്ന കാളിദാസൻ. ആ കാളിദാസനെ കാലത്തിൻ്റെ ദാസനാണ്, അടിമയാണ് എന്ന് പറയുന്നത് ദുഷ്യന്തനെ ആവിഷ്കരിച്ചത് വെച്ചുകൊണ്ടാണ്. എന്നുവെച്ചാൽ ഭരണകൂട വിധേയമായ ഒരു കവി ഭരണകൂടത്തിൻ്റെ ആശ്രിതത്വം നിലനിർത്തുവാനും
ഭരണകൂടത്തിൻ്റെ ആനുകൂല്യം കൈപ്പറ്റുവാനും വേണ്ടി തൻ്റെ പ്രതിഭയെ വളച്ചൊടിച്ചു എന്ന് ആക്ഷേപിക്കുകയാണ് അവിടെ കാലത്തിൻ്റെ ദാസൻ എന്ന് പറഞ്ഞത്, മുണ്ടശ്ശേരി വിളിക്കുന്നത്. കാളിദാസനെ കുറിച്ച് 1500 വർഷത്തിന് മുമ്പുള്ള കാളിദാസനെ കുറിച്ചാണ്. എന്താ കാരണം? മഹാഭാരത പ്രഥിതമായ ഒരു കഥയെ, ദുഷ്യന്തൻ്റെ കഥ മഹാഭാരത പ്രഥിതമായ കഥയാണ്. ആ കഥാംശത്തെ എടുത്തിട്ട് അവതരിപ്പിച്ചപ്പോൾ മഹാഭാരതകാരൻ സങ്കല്പിക്കാത്ത ചില ട്വിസ്റ്റുകൾ അതിനകത്ത് കൊണ്ടുവന്നു. അതിലെ പ്രധാനപ്പെട്ട ട്വിസ്റ്റ് എന്താ? ആ ട്വിസ്റ്റാണ് ഒരു മോതിരം കൊണ്ടുവന്നു. ആ മോതിരം കളഞ്ഞു പോയതോടുകൂടി, ആ മോതിരമാണ് ഓർമ്മ. മോതിരം കളഞ്ഞോടുകൂടി അഭിജ്ഞാന ശാകുന്തളകാരനായ കാളിദാസൻ പറയുന്നു, ദുഷ്യന്തൻ ശകുന്തളയെ മറന്നുപോയി. യഥാർത്ഥത്തിൽ അങ്ങനല്ല. ആ കാലഘട്ടത്തിൽ രാജാവ് മറന്നതാണ്. രാജാവിന് ഈ പ്രകൃതിയിലെ എല്ലാ സൗന്ദര്യങ്ങളും ആസ്വദിക്കാനുള്ള അവകാശമുണ്ടെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ഏറ്റവും വലിയ സൗന്ദര്യ വസ്തുവായ സുന്ദരിയായ സ്ത്രീയെ, വനകന്യകയെ കാമിച്ചത്, അവൾക്ക് ഗർഭം നൽകിയത് അക്ഷന്തവ്യമായ അപരാധമാണെന്ന് കാണേണ്ട, ധർമ്മത്തെ രക്ഷിക്കേണ്ട കാളിദാസന്റെ വലിയ സങ്കല്പം തന്നെ എവിടെ ഭരണാധികാരി അധാർമികനാകുന്നുവോ അവിടം വരണ്ടു പോകുന്നു, പുല്ല് കിളിക്കാതാവുന്നു, ഊഷരമാകുന്നു എന്ന് കാളിദാസന്റെ സങ്കല്പമാണ്. ആ സങ്കല്പത്തെ പോലും തള്ളിക്കൊണ്ട് കാളിദാസൻ എഴുതി വച്ചു, ഈ മോതിരം കൊണ്ടാണ് ദുഷ്യന്തൻ മറന്നുപോയത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നാണ് ഭാരതകാരൻ പറയുന്നത്, വ്യാസൻ പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചു വെച്ച എന്താണെന്ന് ചോദിച്ചാൽ, കാലത്തിൻ്റെ പ്രതീകങ്ങൾ നിങ്ങൾ എഴുതി ഇവിടെ ചൊല്ലുന്ന ഓരോ കവിതയിൽ നിങ്ങൾ അറിയാതെ കടന്നു വരും. നല്ല നിരീക്ഷണമുള്ള ഒരാൾക്കറിയാം, കൊച്ചു വാക്യങ്ങളിലായിരിക്കും കടന്നു വരുന്നത്. നിങ്ങൾ പോലും അറിഞ്ഞുകൂടാതെ നിങ്ങളെ വെട്ടിച്ചുകൊണ്ട്, നിങ്ങളെ ഒരു പക്ഷേ നിങ്ങൾക്ക് അപ്പുറം വളരെ ഗൂഢമായി കടന്നു വരുന്നതാണ് കാലത്തിൻ്റെ പ്രതീകം എന്ന് പറഞ്ഞ കവിതയിൽ. അത് ഈ കവിതാ പുസ്തകത്തിലെ കവിതകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു നിരീക്ഷകനായ വായനക്കാരൻ നോക്കുമ്പോൾ അത് കാണാം. ഈ കാലത്തിൻ്റെ ചില സൂചനകൾ വരുന്നു. ഈ കാലത്തോട് പ്രതികരിക്കുന്നു, കലഹിക്കുന്നു ഈ എഴുത്തുകാരൻ എന്ന് നമ്മൾ തിരിച്ചറിയാം. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ജനാധിപത്യത്തെക്കുറിച്ച് ഒരു വലിയ സങ്കല്പം ഇവിടുത്തെ അധ്യക്ഷ പ്രസംഗകൻ പറഞ്ഞു. അതിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു കക്ഷിയോട് പ്രതിബദ്ധത പുലർത്താതെ ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നമ്മുടെ കക്ഷികൾ, നേതാക്കന്മാർ പിന്തുടരുന്ന വഴിവിട്ട ധർമ്മനിരപേക്ഷമായ അസഹിഷ്ണുമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതിൽ അദ്ദേഹം വേവലാതിപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ് ആ നിരീക്ഷണം എന്ന് പറയുന്നത്. എഴുത്തുകാരൻ ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ കൊണ്ടുവരും വ്യത്യസ്തമായ രീതിയിൽ. ഇത്തരം പ്രതീകങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇത്തരം പ്രതികരണങ്ങളും സൃഷ്ടിച്ചുകൊണ്ടാണ് എഴുത്തുകാർ കാലത്തോട് പ്രതികരിച്ചുകൊണ്ട് ഭാവിയിലേക്ക് സഞ്ചരിക്കുന്നത്. വർത്തമാനകാലത്തിൽ നിന്ന് ഭാവിയിലേക്ക് അവർ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എഴുതിയിട്ട് പോകുന്ന സാധനം നിങ്ങളുടെ ഈ ജൈവ കൃതമായി ഈ ശരീരം അസ്തമിച്ചു പോയാലും നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ഈ വൈഖരി എന്ന് പറയുന്ന സാധനം കാലത്തെ അതിജീവിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളിവിടെ ഉപയോഗിച്ച ഉപമകളും ഉൽപ്രേക്ഷകളും നിങ്ങൾ ഉപയോഗിച്ച ബിംബങ്ങളും വഴിയാണ്. അത് അടുത്ത കാലത്തേക്ക്, അതായത് ഭാവിയിലേക്ക് സഞ്ചരിക്കുകയാണ്. ഭാവിയിലെ ആളുകൾ ഇത് ഏറ്റെടുക്കുകയാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ വേവലാതിപ്പെട്ടാൽ എന്ത് സംഭവിക്കും? വലിയ പ്രശ്നമാണ്. ഈ അടുത്ത സമയത്ത് വലിയൊരു ചർച്ച, അദ്ദേഹത്തിൻ്റെ ചിന്തയെ ഒന്ന് പിന്തുടർന്നുകൊണ്ട് ഞാൻ വേറെ ഒരു സംഗതി പറയുകയാണ്. അടുത്ത കാലത്ത് വളരെ വിവാദമായ ഒരു സംഗതി, വിവാദം എന്ന് വെച്ചാൽ വലിയ ചർച്ചയിലും വിവാദത്തിലുമൊക്കെ കടന്നു വന്ന ഒരു കോൺട്രവേഴ്സ്യലായുള്ള സംഗതി MT വാസുദേവൻ നായർ മരിച്ചപ്പോഴാണ്. MT വാസുദേവൻ നായർ മരിച്ചപ്പോൾ ഒരു വലിയ പക്ഷം ആളുകൾ MTയെ പുകഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ എഴുതി, MTയുടെ മഹത്വത്തെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ മനുഷ്യ ജീവിത കഥാനിസാരികളായ നോവലുകളെയും കഥകളെയും വർണ്ണിച്ചുകൊണ്ട് ഒരുപാട് പേർ സംസാരിച്ചു. അതിൽ അദ്ദേഹത്തിൻ്റെ നാലുകെട്ടും കാലവും അസുരവത്തും മഞ്ഞും തുടങ്ങി വാനപ്രസ്ഥവും വിവിധങ്ങളായ കഥകളും തൊട്ട് ഒടുവിൽ ചെന്ന് നിന്നത് രണ്ടാം ഊഴത്തിലാണ്.
രണ്ടാം ഊഴത്തിൽ മാത്രമല്ല, നിർമാല്യത്തിലുമാണ്. രണ്ടാം ഊഴവും നിർമാല്യവും വന്നപ്പോൾ കേരള സമൂഹത്തിലെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന വലിയൊരു പറ്റം എം ടിക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. നിരന്തരമായ ആക്രമണം. എന്തായിരുന്നു ആക്രമണത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം? മഹാഭാരത പ്രഥിതമായ കഥയെ ഇദ്ദേഹം വളരെ വികലമായി രണ്ടാം ഊഴത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഭീമനെ അവതരിപ്പിച്ചുകൊണ്ട് ധർമ്മത്തിൻ്റെ പ്രതീകമായി യുധിഷ്ഠിരനെ ഒരു അധാർമികനായിട്ട് ചിത്രീകരിച്ച് മഹാഭാരതത്തിൻ്റെ അടിസ്ഥാനപരമായ കേന്ദ്രാശയത്തെ അല്ലെങ്കിൽ അതിൻ്റെ ആന്തരശ്രുതിയെ തകർത്തു കളഞ്ഞു എന്നാണ് പറഞ്ഞത്. അതിലൂടെ ഹിന്ദു ധർമ്മത്തോടും ഇന്ത്യൻ ധർമാചാര വ്യവസ്ഥയോടും കൊടിയ പാതകം എം ടി ചെയ്തു എന്നാണ് വെച്ച് പറഞ്ഞത്. അതിനെ പലതരത്തിൽ ഇങ്ങനെ ആക്രമിക്കുകയാണ്. 2, നിർമാല്യം എന്ന് പറയുന്ന സിനിമയെ വെച്ചുകൊണ്ട് നടത്തിയ ആക്രമണം എം ടിക്കെതിരെ. നിർമാല്യമെന്ന് അപ്പോൾ പലരും പറയാൻ തുടങ്ങി, ഈ കാലഘട്ടത്തിലാണെങ്കിൽ എം ടി വിചാരിച്ചാൽ നിർമാല്യം എടുക്കാനൊക്കില്ല, എം ടി അല്ല ഒരു കലാകാരനും എടുക്കാനൊക്കില്ല. വലിയൊരു പ്രശ്നം ഉന്നയിച്ചു. ഇത് ഇപ്പം പറഞ്ഞതിൻ്റെ അടുത്ത ഘട്ടമാണ്. മുമ്പേ നിങ്ങൾ സഹിഷ്ണുതയോട് കാണാമോ, നിങ്ങൾക്ക് സഹിഷ്ണുതയോടെ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും പരസ്പരം കാണാമോ എന്ന ചോദ്യം ഉന്നയിച്ചു ഇവിടുത്തെ അധ്യക്ഷൻ. ഇവിടെ രണ്ടാമത്തെ ചോദ്യം വരികയാണ്, നിങ്ങൾക്ക് ഈ കാലത്തെയും നിങ്ങളുടെ ഭൂതകാലത്തിൻ്റെ സൃഷ്ടികളായ കൃതികളെയും വീണ്ടും വിചാരത്തിന് വിധേയമാക്കുകയും നിങ്ങളുടേതായ നിലയിൽ പുതുക്കി പണിയുവാനും കഴിയുമോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുകയാണ്. അതിന് നിങ്ങൾക്ക് അധികാരം തരുമോ? നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ശിരസ് നിൽക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങളുടെ കാല് നിലത്ത് നിൽക്കുമോ ആകാശത്ത് നിൽക്കുമോ? ചോദ്യം ചോദിക്കുക. കഴിഞ്ഞ ദിവസം ഈ കാല് ആകാശത്ത് നിൽക്കുന്ന കൈ ആകാശത്ത് നിൽക്കുന്ന പ്രശ്നം ഉന്നയിച്ചു. ഞാൻ സൂചിപ്പിക്കുകയാണ്, നിങ്ങൾ മഹാഭാരതം വായിച്ചിട്ടുള്ളവരെ ഒന്ന് കൈവോക്കിയ. ഞാൻ ആരോടും കുട്ടികളോട് ചോദിക്കുന്നതല്ല. മഹാഭാരതം വായിച്ചിട്ടുള്ളവരെ, സാർ വായിച്ചിട്ടുള്ള മഹാഭാരതം ഏതാണ്? കിളിപ്പാട്ട് എഴുത്തച്ഛൻ. സാറ് വായിച്ചിട്ടുള്ള മഹാഭാരതം ഏതാണ്? കിളിപ്പാട്ട്. മഹാഭാരതം ഒറിജിനൽ വായിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയേ. ഒറിജിനൽ സാറ് വായിച്ചിട്ടുണ്ട്? ഇല്ല. മഹാഭാരതം നിങ്ങൾക്കറിയാമല്ലോ. ഞാനൊരു ചെറിയ കാര്യം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഞാനൊരു കുറച്ച് നാളായിട്ട് ആ മേഖലയിൽ ഒരു സ്റ്റഡിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഒരു കാര്യം സൂചിപ്പിക്കാൻ. ഞാൻ സുധീറിനോട് പറഞ്ഞിരുന്നു, ഞാൻ അതുമായി കൊച്ചു കാര്യം പറയും, അതുമായിട്ട് സംസാരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. മഹാഭാരതം ഈ കേരളത്തിലെ 99% വായനക്കാരും എഴുത്തുകാരും വായിച്ചിട്ടില്ലാത്ത കൃതിയാണ്. അതെനിക്കറിയാമോ? നിങ്ങൾ സമ്മതിച്ചു തരുമോ എൻ്റെ ഈ വാദത്തെ? വായനശാലയൊക്കെ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന് അറിയാം, മഹാഭാരതം ഒറിജിനലായി വായിച്ച പണ്ഡിതന്മാർ കേരളത്തിൽ 1% പോലും ഇല്ല. 1%. നമ്മളെല്ലാവരും മഹാഭാരതം കഥ അറിയാവുന്നവരാ. കഥ അറിയാവൂ, നമുക്ക് മഹാഭാരതം അറിഞ്ഞുകൂടാ. മനസ്സിലായല്ലോ? എന്തോ സാർ? അതാണ് സംഗതി. അതാണ് കൂടിപ്പോയാൽ നിങ്ങളൊരു സന്ദർഭം വന്നാൽ അതെടുത്ത് ആ സന്ദർഭം മാത്രം ഇന്ന പർവ്വത്തിൽ ഇന്നത് വരുന്നു എന്ന് പറഞ്ഞൊരു സാധനമേ വായിച്ചിട്ടുള്ളൂ, ഒറിജിനൽ വായിച്ചിട്ടില്ല. നിങ്ങൾ പൊതുവെ കേട്ടിട്ടുള്ളത് മഹാഭാരതത്തിന് എത്ര ശ്ലോകങ്ങളുണ്ടെന്നാ? ഒറിജിനലിന് 1,25,000 ശ്ലോകങ്ങളുണ്ടെന്നാണ് കേട്ടുവച്ചിരിക്കുന്നത്. അതവിടെ ഇരുന്നോട്ടെ, അതിന് ഇപ്പോൾ നമ്മൾ ചോദ്യം ചെയ്യണ്ട, അതവിടെ ഇരിക്കട്ടെ. ആ ശ്ലോകങ്ങൾ നമ്മളാരും വായിച്ചിട്ടില്ല. ഇത് സംസ്കൃതത്തിലുണ്ടായ കൃതിയാണെന്നറിയാം, സംസ്കൃതത്തിലുണ്ടായ കൃതിയാണ്. ഒരു മഹാഭാരതം മാത്രമേ ഉള്ളൂ. പല രാമായണങ്ങൾ, 100 രാമായണാസ്. എ കെ രാമാനുജൻ എന്ന് പറയുന്ന പണ്ഡിതൻ 100 രാമായണങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതേപോലെ മഹാഭാരതങ്ങൾ ഒരുപാടുണ്ടോ? മഹാഭാരതം ഔത്തരാഹമുണ്ട്, ദക്ഷിണാത്യമുണ്ട്, അതേപോലെ ബംഗാൾ കേന്ദ്രീകരിച്ചുള്ള ബെൽറ്റുകളിൽ വരുന്ന മഹാഭാരതമുണ്ട്. ഇങ്ങനെ ഒരു 3-4 പ്രദേശങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വ്യത്യസ്തമായ പാഠങ്ങൾ ലഭ്യമായ, ടെക്സ്റ്റുകൾ ലഭ്യമായ, പ്രക്ഷിപ്തതകളുള്ള, അഡൾട്രേറ്റ് ചെയ്ത, സാർ ഉപയോഗിച്ചൊരു വാക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ്, അഡൾട്രേറ്റ് ചെയ്ത മഹാഭാരതം നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ ഈ മഹാഭാരതത്തെയൊക്കെ ആസ്പദമാക്കി വലിയൊരു പഠനം 50 വർഷക്കാലം ഇന്ത്യയിലെ ഒരു പയനിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിട്ടുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരേതാന്ന് നിങ്ങൾക്ക് അറിയാമോ? അതാണ് ഭണ്ഡാർക്കർ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഭണ്ഡാർക്കർ, പൂനെയിലെ ഭണ്ഡാർക്കർ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സ്കോളാസ്റ്റിക് വർക്ക് നടക്കുന്ന ഒരു ഇന്ത്യൻ സ്ഥാപനമാണ്. ഇന്ത്യയിൽ ആധികാരികം ഈ നമ്മൾ
ISROയുടെ പേര് പറയുമ്പോൾ ലോകത്തെ ഒരു നിലവാരപ്പെട്ട സ്ഥാപനം എന്ന് പറയില്ലേ, അതേപോലെ ഇന്ത്യയിൽ ഈ രംഗത്തെ ഒരു ഏറ്റവും വലിയ സ്ഥാപനമാണ് ഭണ്ഡാർക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട്. മനസ്സിലായോ? സൂർത്തങ്കരെ പോലെയുള്ള ലോകപ്രശസ്ത പണ്ഡിതന്മാരാണ് അത് കൈകാര്യം ചെയ്തത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ പല ഭാഗത്തും പ്രചരിക്കുന്ന മഹാഭാരതങ്ങളെ സമാഹരിച്ചിട്ട് ഇതിലെ ഒറിജിനൽ മഹാഭാരതം എന്ന് പറയുന്നത് എന്താണ്, അതിൽ എത്ര ശ്ലോകങ്ങളുണ്ട് എന്നൊക്കെ കുറിച്ചുള്ള ഗവേഷണം ഏതാണ്ട് 50 വർഷം എന്ന് വെച്ചാൽ 1/2 നൂറ്റാണ്ട് നടത്തി. അവരതിന് ശേഷം ക്രിട്ടിക്കൽ സ്റ്റഡി, ക്രിട്ടിക്കൽ വോളിയംസ് മഹാഭാരതത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പല ഭാഷകളിലേക്കും പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വരുന്നതിന് മുമ്പ് ഗീതാ പ്രസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, 1923 ആരംഭിച്ച് ഈ അടുത്ത സമയത്ത് ഗാന്ധി പീസ് ഫൗണ്ടേഷൻ പിന്നെ സമ്മാനം അങ്ങോട്ട് കൊടുത്തപ്പോൾ അതിനെക്കുറിച്ചൊരു വിവാദമൊക്കെ വന്നല്ലോ. ആ ഗീതാ പ്രസ് അതെന്തായിരുന്നു വിവാദത്തിൻ്റെ അടിസ്ഥാനം? ഗാന്ധി വധത്തിൻ്റെ സമയത്ത് ഈ ഗീതാ പ്രസിൻ്റെ ചുമതലയുള്ള ആളുകൾ ഇതിലെ വിവാദത്തിൽ പെട്ടു, കോൺസ്പിറസിയിൽ പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അത് വിവാദമായത്. ആ ഗീതാ പ്രസ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഇത്തരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനമാണ്. ഇവർ രണ്ടുമാണ് പ്രധാനമായിട്ട് ഈ മേഖലയിലുള്ള പഠനം നടത്തുന്നത്, മഹാഭാരതവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഒറിജിനൽ മഹാഭാരതം നിങ്ങൾ പരിശോധിക്കുമ്പോൾ വാൽമീകിയുടെ രാമായണം വായിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം പോലെയുണ്ട്. എന്താ വാൽമീകിയുടെ രാമായണം വായിക്കുമ്പോൾ ഉള്ള പ്രശ്നം? കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീത വന്നപ്പോൾ സുകുമാർ അഴീക്കോട് ആശാന്റെ സീതാകാവ്യം എഴുതിയത് നിങ്ങൾ ചിലർ വായിച്ചിട്ടുണ്ട്. ആശാന്റെ സീതാകാവ്യം എന്ന് പറയുന്ന കൃതി എഴുതിയിട്ടുണ്ട്. കുമാരനാശാൻ എഴുതി വെച്ചത് മുഴുവൻ ഈ രാമായണത്തെ പിന്നെ എന്താ പറയുക, അഡൾട്രേറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞൊരു വാദം ആ കാലഘട്ടത്തിൽ തന്നെ വന്നു. കുമാരനാശാൻ ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ചിന്താവിഷ്ടയായ സീത ഇങ്ങനെ ചിന്തിക്കുമോ, രാമനെതിരെ ചിന്തിക്കുമോ എന്നുള്ള വാദം പറഞ്ഞു. അപ്പോഴാണ് അഴീക്കോടാണ് സ്ഥാപിക്കുന്നത്. അഴീക്കോട് പറയുന്നു ഇദ്ദേഹം പിന്തുടർന്നിരിക്കുന്നത് വിഖ്യാതനായ കാളിദാസനെയാണ്, കാളിദാസന്റെ രഘുവംശത്തെയാണ് പിന്തുടർച്ചത്. രഘുവംശം, രഘുവിന്റെ വംശാവലിയിലുള്ള വിവിധ രാജാക്കന്മാരുടെ കഥ പറയുന്ന മഹാകാവ്യമാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. രഘുവംശത്തെ പിന്തുടർന്നുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. രാമനെ ചോദ്യം ചെയ്യുന്ന സീതയെ അവതരിപ്പിച്ചത് ആദ്യം എവിടെയാണ്? രഘുവംശത്തിലാണ്. അപ്പോഴാണ് വേറെ ഒരു കാര്യം മനസ്സിലാക്കുന്ന, ഒറിജിനൽ രാമായണം പലരും വായിച്ചിട്ടില്ല എന്ന് വരുന്നത്. അവിടെ ഇതിനേക്കാൾ രൂക്ഷമായി വാൽമീകി ആക്രമിക്കുകയാണ് രാമനെ. മനസ്സിലായില്ലേ? നമ്മൾ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ, MG ആക്രമിക്കുമ്പോൾ മഹാഭാരതം നിങ്ങൾ വായിച്ചിട്ടില്ല. നിങ്ങൾ വായിച്ചിട്ടുള്ളത് ആരാ? ഭക്തികാവ്യമായി അവതരിപ്പിക്കപ്പെടുന്ന എഴുത്തച്ഛൻ്റെ കൃതിയെ വായിച്ചിട്ടുള്ളൂ. അവിടെയാണ് പ്രശ്നം. എഴുത്തച്ഛൻ അവിടെ എന്ത് ചെയ്യുന്നു? നിരാക്ഷേപമായ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പാകത്തിലുള്ള ചില വിഷയങ്ങൾ മാത്രം വെച്ച് രാമായണത്തെ പുനരവതരിപ്പിക്കുകയാണ്. മഹാഭാരതം കിളിപ്പാട്ടിലൂടെ അവതരിപ്പിക്കുക. അവിടെയാണ് പ്രശ്നം. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം 1500കളിൽ ഇവിടെ വന്ന വാസ്കോഡി ഗാമ വന്നതിന് ശേഷം ഉണ്ടായിരുന്ന സാമൂഹികമായ അവ്യവസ്ഥതകളെ പരിഹരിക്കാൻ വേണ്ടിയും ധാർമ്മികമായ ച്യുതിയെ പരിഹരിക്കാൻ വേണ്ടിയും കണ്ടെത്തിയ ഉപായമെന്ന നിലയിൽ അദ്ദേഹം രാമനെയും മഹാഭാരതത്തിലെ കൃഷ്ണനെയും ആവിഷ്കരിക്കുകയാണ്. അവിടെ വരുമ്പോൾ എന്താ പ്രശ്നം? അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഒറിജിനൽ മഹാഭാരതവും വ്യാസഖചിതമായ കൃഷ്ണദ്വൈപായന വ്യാസഖചിതമായ മഹാഭാരതവും വാൽമീകി എന്ന് പറയുന്ന മഹാമനീഷി, മഹാകവി ആവിഷ്കരിച്ച ജീവിതത്തിൻ്റെ അനന്തതയെ ആവിഷ്കരിക്കുന്ന ഈ രണ്ട് മഹാകാവ്യങ്ങളെക്കുറിച്ച് അറിയാത്ത സാധാരണക്കാർ തെറ്റിദ്ധരിച്ചു പോകും. ഇതാണ് മഹാഭാരതം, ഇതാണ് രാമായണം എന്ന് ധരിച്ചു വരച്ചു പോകും. മനസ്സിലായി? അവിടെ നിന്നാണ് നിങ്ങൾ ഈ വിമർശനങ്ങൾ MTക്കെതിരെ ഉന്നയിക്കുന്നത്. ഈ വിമർശനങ്ങൾ VS ഖണ്ഡേക്കർക്ക് നേരെ ഉന്നയിക്കുന്നത്. യയാതി എഴുതിയ VS ഖണ്ഡേക്കർ മഹാരാഷ്ട്രയിൽ എഴുതിയ, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പലരും? യയാതി ഉന്നയിക്കുന്നത്. നിങ്ങൾ ഈ ഒറിജിനൽ വായിക്കുമ്പോഴാണ് പ്രശ്നം. ഇവരവതരിപ്പിച്ചതിനേക്കാൾ രൂക്ഷവും സൂക്ഷ്മവുമായി ആക്രമണം നടത്തുന്നത് ഈ മഹാകവികളാണ്. ഏത് വർഷം? BC 8-ാം നൂറ്റാണ്ടിലേക്ക് പുറകിലേക്ക് വലിച്ചു നീട്ടാവുന്ന ചരിത്രമുള്ള, രചനാചരിത്രമുള്ള ഈ മഹാഭാരതത്തിൽ നിന്നാണ് ഈ സാധനം വരുന്നത്. ഏതാണ്ട് 4000-ഓളം വർഷം പഴക്കമുള്ള ഈ കൃതികളിൽ ആ കാലഘട്ടത്തിലെ വലിയ ഋഷികളായ ഈ മനുഷ്യർ എഴുതി വെച്ച കൃതികളിൽ അന്ന് തന്നെ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളെ, കോൺഫ്ലിക്റ്റിംഗ് ഐഡിയാസിനെ ആവിഷ്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. എത്ര പേര് ഇതിനെക്കുറിച്ച് ചിന്തിക്കും? എത്ര പേർക്ക് ഇതിൽ താല്പര്യമുണ്ട്? ഇത്രയും അന്വേഷണപരത, ഇത്രയും അന്വേഷണാത്മകമായി നീങ്ങുന്നതിന്
ഞാൻ ഇന്നുകൂടി എടുത്തു നോക്കിയായിരുന്നു. ഒറിജിനൽ മഹാഭാരതത്തിലെ ദ്രോണപർവം, ഒറിജിനൽ മഹാഭാരതത്തിൽ ദ്രോണപർവത്തിൽ, അതായത് ഹിഡിംബിയുടെ പുത്രനായ നമ്മുടെ ഭീമസേനന്റെയും പുത്രനായ ഘടോത്കചൻ സൂക്ഷിച്ചു വെച്ചിരുന്ന അവസാനത്തെ ആയുധമായി അർജുനന് നേരെ ഉപയോഗിക്കാൻ വെച്ചിരുന്ന സ്പിയർ, ആ കുന്തമെടുത്ത്, നമ്മൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ട് അസ്ത്രമെന്നാണ് കേട്ടിട്ടുള്ളത്, കുന്തമാണ് ഒറിജിനൽ അതിൽ പറയുന്നത്. ആ കുന്തമെടുത്ത് ഉപയോഗിക്കുകയാണ്. എന്താ കാരണം? എം ടി പറയുന്നത് പോലെ കരയിലും നിൽക്കാൻ പറ്റില്ല, ആകാശത്ത് നിൽക്കാൻ പറ്റില്ല, വെളിച്ചത്തിൽ നിൽക്കാൻ പറ്റില്ല, ഇരുട്ടിൽ നിൽക്കാൻ പറ്റത്തില്ലാത്ത തരത്തിലുള്ള യുദ്ധമാണ് ഘടോത്കചൻ നടത്തുന്നത്. ഘടോത്കചന്റെ മുമ്പിൽ സർവവിദ്യ ജ്ഞാനിയായ കർണന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവസാനത്തെ ആയുധം എടുത്തേ പറ്റൂ എന്നുള്ള അവസരം. പക്ഷെ എടുത്താൽ എന്ത് ചെയ്യും? തനിക്ക് എന്നും ശത്രുവായിരിക്കുന്ന തൻ്റെ പ്രതിദ്വന്ദ്വി എന്ന് ലോകം പ്രഖ്യാപിച്ചിട്ടുള്ള അർജുനൻ തൻ്റെ മുമ്പിൽ എന്ത് ഉയർത്തും? വെല്ലുവിളി ഉയർത്തും. ഇതറിയാം. അന്ന് ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന ആയുധം എടുക്കാൻ നിർബന്ധിത. പക്ഷെ കർണൻ എടുക്കുന്നില്ല. പക്ഷേ കുരുവംശർ എന്ന് വിളിക്കുന്ന, രണ്ടുപേരും കുരുവംശരാ, പക്ഷെ കുരുവംശർ നിന്ന് പർട്ടിക്കുലറായി വിളിക്കുന്ന കൗരവരെയാണെന്നേ ഉള്ളൂ. ആ കൗരവർ വന്ന് ആവശ്യപ്പെടുകയാണ്, കാരണം നിങ്ങളെ മാത്രമല്ല നമ്മുടെ വംശത്തെ മുഴുവൻ തന്നെ ഈ ദുഷ്ടൻ, ഈ താമസൻ ഇല്ലായ്മ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആയുധമെടുക്കുക, ഇപ്പൊ നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അർജുനനെ വെല്ലാൻ വേറെ ആയുധങ്ങൾ കിട്ടും, നിങ്ങൾ ചെയ്യൂ. രക്ഷയില്ലാതെ എടുത്ത് ഉപയോഗിക്കുകയാണ്. ഉപയോഗിക്കുന്നതോടുകൂടി ഘടോത്കചൻ വീണ് കിടക്കുമ്പോൾ കൗരവ പടകുടീരങ്ങളിൽ ആർത്തുല്ലാസങ്ങൾ നടക്കുന്നു. എന്നാൽ പാണ്ഡവരുടെ, അർജുനന്റെ, ഭീമസേനന്റെ, യുധിഷ്ഠിരന്റെ ഒക്കെ താവളങ്ങളിൽ ദുഃഖം അലതല്ലുന്നു. ഈ സമയത്ത് കൃഷ്ണൻ ഉല്ലസിച്ചുകൊണ്ട് കടന്നു വരുന്നു. കൃഷ്ണൻ പറയുകയാണ്, അത് നിങ്ങൾ കേട്ടിട്ടുള്ള സാധനമാണ്, MT രണ്ടാം യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. അതിൽ കൃഷ്ണൻ പറയുകയാണ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ മൂഖരായിരിക്കുന്നത്, വ്യസനികളായിരിക്കുന്നത്? നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഈ യുദ്ധത്തിന്റെ ഈ 14 ദിവസവും, 14 ദിവസമാണ് സംഭവിക്കുന്നത്, ഈ 14 ദിവസവും ഇത്രയും ആനന്ദകരമായ അനുഭവം നിങ്ങൾക്കുണ്ടായോ? ഇതുപോലെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായോ? നിങ്ങൾ എന്തിനാണ് വ്യസനികളാവുന്നത്? നിങ്ങൾ ഉല്ലസിക്കൂ, നമുക്ക് ആഹ്ലാദിക്കാനുള്ള ദിവസങ്ങളാണിത്. കാരണം അർജുനനെ എയ്യാൻ വെച്ചിരിക്കുന്ന അവസാനത്തെ ശരം, അവസാനത്തെ സ്പിയർ ഇതാ കർണൻ പാഴാക്കിയിരിക്കുന്നു. ആർക്കുടെ മുമ്പിൽ? ഘടോത്കചന്റെ മുമ്പിൽ. മാത്രവുമല്ല, അതാണ് MT എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. പിതാവായ ഭീമസേനാണ് അവിടെ ഇരിക്കുന്നത്, ദുഃഖിതനായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുമ്പിൽ പറയുകയാണ്, മാത്രവുമല്ല, ഇവൻ ഇതിനകത്ത് ജയിച്ച് കർണനെ കൊന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവൻ ഈ യുദ്ധം ജയിച്ചിരുന്നെങ്കിൽ, അവൻ നാളെ മൂത്ത പാണ്ഡവന് ആണ് അധികാരം. മനസ്സിലായില്ലേ? മൂത്ത പാണ്ഡവനാണ് അധികാരം. പാണ്ഡുവിന്റെ പുത്രന്മാരിൽ എന്ന് വെച്ചാൽ യുധിഷ്ഠിരനും ഭീമനും അർജുനനും ഉൾപ്പെടെയുള്ളവർക്ക് ആദ്യം ജനിച്ച മകനാണ് ഘടോത്കചൻ. അവന് രാജ്യം പോകും. ഞാൻ തന്നെ ഈ രാക്ഷസനെതിരെ ആയുധമെടുക്കേണ്ടി വന്നേനെ. ഞാൻ അവനെ കൊല്ലുമായിരുന്നു. ഞാൻ കൊല്ലാതെ തന്നെ കൊന്നു എന്നുള്ളതാണ് എൻ്റെ ആനന്ദം. നിങ്ങളും ആനന്ദിക്കും. രാക്ഷസന് കൊടുക്കാൻ പാടില്ല, ബ്രാഹ്മണനെ ഇല്ലായ്മ ചെയ്യുന്നവനാണ്. ഇതെല്ലാം പറയുന്ന ആരാ? കൃഷ്ണനാണ് പറയുന്നത്. ഇത് എവിടാണ് പറയുന്നത്? കൃഷ്ണദ്വൈപായന വ്യാസന്റെ മഹാഭാരതത്തിലാണ് പറയുന്നത്. എന്താ ഈ MTയെ വിമർശിക്കുന്നവരെ വ്യാസനെ വിമർശിക്കാത്തത്? അത് കാരണം ഇത് വ്യാസനെ വായിക്കുന്നില്ല, സത്യത്തെ അഭിമുഖീകരിക്കുന്നില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? സാറിവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നെഹ്റു എന്താണ് പാർലമെന്റിൽ സംസാരിച്ചത്? ഒരു പ്രതിപക്ഷ നേതാവിനെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളിനെ സശ്രദ്ധം കേൾക്കാനും അവർക്ക് വേണ്ടി ചെലവഴിച്ച സമയവും അവരോട് കാണിച്ച സഹിഷ്ണുതയും അവരോട് കാണിച്ച പരിഗണനയും ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇല്ലാത്തത് രാഹുൽ ഗാന്ധിയുടെ വരെ ഉദാഹരണം എടുത്താണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ട് പറയുന്നു? അത് ഒരു ജ്ഞാനികളായ രാഷ്ട്രീയ നായകന്മാർ അന്ന് ഇരിക്കുന്നത് കൊണ്ടാണ്. നെഹ്റുവിനെ ആരാക്രമിച്ചാലും നെഹ്റുവിൻ്റെ പാണ്ഡിത്യവും അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ ഹൈറ്റും അവരെ അങ്ങനെയാക്കി തീർക്കുന്നു, അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരു കൃതിയെ ആക്രമിക്കുമ്പോൾ, ഒരു കലാസൃഷ്ടിയെ ആക്രമിക്കുമ്പോൾ,
ആ കലാസൃഷ്ടിക്ക് പിന്നിലുള്ള പ്രചോദനങ്ങൾ, ആ കലാസൃഷ്ടിക്ക് ആധാരമായ മൂലകൃതി, ഇതൊക്കെ വായിക്കാൻ വേണ്ടിയുള്ള മിനിമം യുക്തിയും ഉത്തരവാദിത്വം പുലർത്താതിരുന്നാൽ എന്ത് ചെയ്യും? അവിടെയാണ് പ്രശ്നം. നിങ്ങളറിയണം, ഇന്ത്യൻ സാഹിത്യത്തെ അഗാധവും വ്യാപകവുമായി സ്വാധീനിച്ചിട്ടുള്ള ഒരൊറ്റ കൃതി പറഞ്ഞാൽ മഹാഭാരതമാണ്. നിങ്ങൾക്കറിയാം, ആദ്യം ജയം എന്ന പേരിൽ വെറും 14,000 ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അത് കാലഘട്ടത്തിലൂടെ വളർന്ന് അതിൻ്റെ വളർച്ചയെക്കുറിച്ച് ഈ ഗവേഷകന്മാർ പറയുന്നത് AD 800 തൊട്ട് BC 800 തൊട്ട് AD 400 വരെയുള്ള വിവിധ കാലങ്ങളിൽ വളർന്ന് വികസിപ്പിച്ച് ഏതാണ്ട് 1,00,000-ൽ പരം ശ്ലോകങ്ങളായി നിൽക്കുന്ന സാധനമാണ് ഈ സാധനം. അവർ കൃത്യമായിട്ട് ഒരിക്കലും 93,400 ശ്ലോകങ്ങൾ എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത്. ബാക്കിയെല്ലാം പ്രക്ഷിപ്തങ്ങളാണ്. അതിൽ ഹരിവംശം വരുന്നു, കൃഷ്ണന്റെ കഥ പറയുന്ന ഹരിവംശം വരുന്നു. ഹരിവംശമൊക്കെ പിന്നെ കൂട്ടിച്ചേർത്താണെന്ന് പറയുന്നത്. പിന്നെ ദക്ഷിണ പ്രദേശങ്ങളിൽ വരുന്ന ഒരുപാട് ഉപകഥകൾ കൂട്ടിച്ചേർക്കുന്നു. ഒരുപാട് കഥകൾ പിന്നീട് ചേർക്കുകയാണ് അതാത് പ്രദേശങ്ങളിൽ. അതായത് ഈ ഇതിഹാസം ശരിക്കും പറഞ്ഞാൽ മനുഷ്യരെ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ എങ്ങനെയാണെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി എഴുതിയതാണെന്നാണ് സങ്കല്പം. ഇതിഹാസത്തിന് ഹിന്ദിയിൽ, നിങ്ങൾ ഹിന്ദി പഠിച്ചവർക്കറിയാം, ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ എന്തു അർത്ഥം? ഹിസ്റ്ററി എന്നാ, ചരിത്രം എന്നാ ഹിന്ദി പഠിച്ചവരല്ലേ. ഇതിഹാസ് മീൻസ് ഹിസ്റ്ററി. എന്തിൻ്റെ ഹിസ്റ്ററി ആയിരുന്നു ഇതിഹാസം? ഇതിഹാസം ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യരുടെ കഥ പറയാൻ ശ്രമിക്കുകയാണ്. എങ്ങനെ പറഞ്ഞു? ഇന്നത്തെ ചരിത്രകാരൻ എഴുതിയതുപോലെ അല്ല, പിന്നെ ബാഡ്സ് കഥ പറഞ്ഞതുപോലെ. ബാഡ്സ് എന്ന് പറഞ്ഞാൽ പാട്ടുപാടി നടന്നവർ. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ വടക്കൻ പാട്ട് പാടി നടന്നവർ. കണ്ണപ്പച്ചേകരുടെ കഥ പറയുന്നത് പോലെ, ആരോമൽ ചേകവരുടെ കഥ പറയുന്ന പോലെ, ഉണ്ണിയർച്ചയുടെ കഥ പറയുന്ന പോലെ, തച്ചോളി ഉദയനന്റെ കഥ പറയുന്ന പോലെ അവരെല്ലാം ഹിസ്റ്റോറിക്കൽ റിയാലിറ്റിയാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ നടന്ന അതുപോലെയല്ല ആ പാഠങ്ങളിൽ വരുന്നത്, ആ ടെക്സ്റ്റുകളിൽ വരുന്നത് അങ്ങനെയല്ല. കൂട്ടിച്ചേർക്കലുകൾ വരും, അത് അഡൾട്രേറ്റ് ചെയ്യും. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഒരു സാധനം അവിടെ വർക്ക് ചെയ്യുന്നു. ഇതേപോലെയുള്ള സാധനമാണ് ഈ മഹാഭാരതത്തിലും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മഹാഭാരതത്തിലെ സംഭവങ്ങൾ, മഹാഭാരതത്തിലെ സ്ഥലങ്ങൾ ഏതാണ്ട് BC 4-ാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ BC 6-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ഭൂപടം എടുത്തു നോക്കുമ്പോൾ മഹാഭാരതത്തിൻ്റെ കഥ നടന്ന സംഭവങ്ങളും സ്ഥലങ്ങളും ഒക്കെ നോക്കുമ്പോൾ അങ്ങ് ഇന്ന് റഷ്യയുടെ അതിർത്തി വരെയുള്ള പ്രദേശങ്ങൾ മുഴുവൻ അടയാളപ്പെടുത്തി കിടക്കുകയാണ്. വിദേഹരാജ്യം ഉൾപ്പുകുന്തു വിശ്വനായകനുടെ വിൽമുറിച്ചു സീതയങ്ങ് വേട്ടരാമ ഭാഗ്യമ സന്ധ്യാനാമത്തിൽ പറയുന്നു. ആ വിദേഹരാജ്യം എവിടെയാണ് കിടക്കുക? നിങ്ങൾ ആ ഭൂപടം എടുത്തു നോക്കണം. ആ ഭൂപടം നോക്കുമ്പോൾ അങ്ങ് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തേക്കാണ്. കേകയ രാജ്യം, ബഹ്ലീകം, ഇതൊക്കെ മഹാഭാരത യുദ്ധകാലത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഇതൊക്കെ അങ്ങ് കിടക്കുകയാണ്. ഗാന്ധാരിയുടെ സ്ഥലം തന്നെ, അതൊക്കെ അങ്ങ് കിടക്കുകയാണ്. ഇനി സീത ജനിച്ച സ്ഥലം എവിടെയാ? ജനകപുരി, അത് നേപ്പാളിലാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും അവതരിക്കുന്നത്. ഇതൊക്കെ അന്നത്തെ ഭൂമിശാസ്ത്രപരമായി. അപ്പൊ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇടകലർന്ന് കിടക്കുന്ന സാധനങ്ങളെ വടക്കൻ പാട്ടിലെ കഥകളിൽ കൂട്ടിച്ചേർത്തതുപോലെയും തെക്കൻ പാട്ടിൽ നമ്മുടെ നാട്ടിലെ ഇരകുട്ടിക്കുള്ള പേര് പോരെ, അതുപോലെ ഉമ്മിണിത്തങ്കയുടെ കഥ, മേലാങ്കോട് യക്ഷിയുടെ കഥ, ഇതൊക്കെ തെക്കൻ പാട്ടുകളാണ്. ഈ തെക്കൻ പാട്ടുകളിൽ എങ്ങനെയാണോ കഥ പറഞ്ഞത്, യഥാർത്ഥ സംഭവമുണ്ട്, മാർത്താണ്ഡവർമ്മയുടെ സംഭവങ്ങളുണ്ട്. പോട്ടെ, ഈ തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെ കഥയും തിരുവനന്തപുരത്തെ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തിയ കഥകൾ പോലും എത്രത്തോളം അഡൾട്രേറ്റഡാണ്, എത്രത്തോളം സത്യവിരുദ്ധവും കൂട്ടിച്ചേർത്തതും ഭാവനാസമ്പന്നവുമാണെന്ന് അറിയണമെങ്കിൽ അക്കാലത്തെ ചരിത്രരചനകൾ നോക്കിയാൽ മതി. ഇതേപോലെയുള്ള ഒരു കൃതിയാണ് മഹാഭാരതം. ആ മഹാഭാരതത്തെ വെച്ച് ആവിഷ്കരിക്കുന്ന പുതിയ കവിതകളും കഥകളും ഉൾപ്പെടെയുള്ളവർ പുതിയ കാലത്തിൻ്റെ ജീവിതത്തെ കൂട്ടിച്ചേർക്കുകയാണ്. പുതിയ കാലത്തെ മഹാഭാരതത്തിലെ കഥാസന്ദർഭങ്ങളിലും കഥാപാത്രങ്ങളിലും കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിനെ വിമർശിക്കാൻ നിന്നാൽ എന്താണ് സംഭവം? അതിനെ വിമർശിക്കാൻ നിന്നാൽ, അതിനെ ഇത് തെറ്റാണെന്ന് പറയാൻ നിന്നാൽ, ഇന്നതേ ആകാവെന്ന് വാദിക്കാൻ നിന്നാൽ, അത് അക്ഷരാർത്ഥത്തിൽ അധ്യക്ഷൻ പറഞ്ഞ വാദത്തോട് പറയട്ടെ, ജനാധിപത്യ വിരുദ്ധമാണ്. ഇന്ത്യൻ സമൂഹം അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ്റെ വിഖ്യാതമായ ചിക്കാഗോ പ്രസംഗത്തിലെ ആദ്യത്തെ പ്രസംഗത്തിൽ അദ്ദേഹം യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വാദമാണ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത്. ഇന്ത്യക്ക് അഭിമാനിക്കാവുന്നത് ലോകത്തെ മുഴുവൻ സ്വീകരിക്കാനുള്ള സർവധർമ്മ സമഭാവന, എല്ലാത്തിനെയും തുല്യനിലയിൽ കാണുക, സർവധർമ്മ സ്വീകാര്യത,
ഈ രണ്ട് പദങ്ങൾ ഉപയോഗിക്കുകയാണ്. അത് നമ്മുടെ കോർ ഐഡിയാസാണ്. ആ ഐഡിയയിൽ നിന്നുകൊണ്ടാണ് ഈ കവികളെല്ലാം ഭിന്നമായി എഴുതുന്നത്, ഈ കാലഘട്ടത്തെ ഭിന്നമായി ആവിഷ്കരിക്കുന്നത്. ഈ ആവിഷ്കരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നിർത്തിക്കൊണ്ട് എൻ്റെ ഈ ലഘുപ്രസംഗം അവസാനിക്കുന്നു. നമസ്കാരം.